റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ മലയാളിയുടെ കടയിൽ വമ്പൻ മോഷണം. ഒരു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മോഷ്ടാക്കൾ ഈ കടയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. ജനുവരി 8-ാം തീയതി ഈ കടയിൽ തന്നെ മോഷണം നടന്നിരുന്നതായി ഉടമ നിതിൻ പറയുന്നു. അന്ന് പണവും വിലപിടിപ്പുള്ള ഒട്ടേറെ സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നിരുന്നു. ആദ്യത്തെ മോഷണ ശ്രമത്തിൽ CCTV മോഷ്ടാക്കൾ തകർത്തിരുന്നു. സുരക്ഷാ ഉപകരണങ്ങൾ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്യാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മോഷണം നടന്നത്. കടയുടെ പുറകിലെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് എന്നാണ് സൂചന. ഇന്നലത്തെ മോഷണത്തിൽ ഏകദേശം 20,000 പൗണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായതായി ഉടമ പറയുന്നു. മലയാളികൾ വളരെയേറെയുള്ള സ്ഥലമാണ് സ്റ്റോക്ക് ഓൺ ട്രെൻഡ്. 2 മോഷണങ്ങൾ നേരിടേണ്ടി വന്ന മലയാളി യുവാവ് UK മലയാളി സമൂഹത്തിന്റെ സഹകരണവും പിന്തുണയും അർഹിക്കുന്ന സംരംഭകനാണ്. മലപ്പുറം സ്വദേശിയായ നിതിൻ സ്റ്റോക്ക് മാർക്ക് എന്ന പേരിലാണ് ഷോപ്പ് നടത്തുന്നത്. നിതിൻ UK വന്നിട്ട് 4 വർഷമായി. സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ വന്ന നിതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കുക എന്നുള്ളത്. എന്നാൽ കട തുടങ്ങി 2 മാസമായപ്പോഴേക്കും മനസ്സ് മടുക്കുന്ന തിരിച്ചടിയാണ് ഈ മലയാളി യുവാവ് നേരിട്ടത്. ആദ്യ മോഷണത്തിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. UK വീടുകളിലും ഷോപ്പുകളിലും അടക്കം നടക്കുന്ന മോഷണങ്ങളിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതാണ് വീണ്ടും മോഷണങ്ങൾ പെരുകുന്നത് എന്നും പറയുന്നു. UK കൗമാരക്കാർക്കിടയിലെ കത്തിയാക്രമണങ്ങളും മരണങ്ങളും പെരുകുന്നു. ഷെഫീൽഡിലെ ഒരു സ്കൂളിൽ 15 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ഏറ്റവും ഒടുവിൽ കുത്തേറ്റ് മരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:17 ഓൾ സെയിൻസ് കാത്തലിക് ഹൈസ്കൂളിൽ സംഭവം നടന്നത്. ഹാർവി വെൽഗൂസ് എന്ന വിദ്യാർത്ഥിയാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഹാർവിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരം 4 മണിയോടെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. സംഭവത്തിൽ മറ്റൊരു 15 വയസ്സുള്ള വിദ്യാർത്ഥിയെ കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വീഡനെ നടുക്കിയ കൂട്ടക്കൊലയിൽ അന്വേഷണം തുടരുന്നതിനിടെ അക്രമിയും മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സ്വീഡനിലെ ഒറബ്രോയിലുള്ള റിസ്ബർഗ്സ് അഡൽട്ട് എഡ്യൂക്കേഷൻ സെന്ററിലായിരുന്നു രാജ്യത്തെ നടുക്കിയ വെടിവെപ്പ് അരങ്ങേറിയത്. ചുരുങ്ങിയത് 10 പേരെങ്കിലും കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഒറബ്രോ നഗരത്തിന്റെ പോലീസ് മേധാവി റോബർട്ടോ ഈത് ഫോറസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂരവും മാരകവുമായ ആക്രമണമെന്നും രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ കൂട്ടവെടിവെപ്പെന്നും പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോഫ്സൺ പറഞ്ഞു. അക്രമി ആര് എന്നതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം തോക്കുധാരി മരിച്ചവരിൽ ഉണ്ടെന്ന കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലയാളിക്ക് ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധമുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. അതിനാൽ തീവ്രവാദ സ്വഭാവം അക്രമത്തിന് ഉണ്ടെന്ന കാര്യം പോലീസ് അധികൃതരിൽ തള്ളിക്കളഞ്ഞു. വിശദമായ അന്വേഷണം പൂർത്തിയായെങ്കിൽ മാത്രമേ അക്രമിയുടെ ഉദ്ദേശം വ്യക്തമാകൂ എന്നാണ് പോലീസ് അധികാരികൾ വ്യക്തമാക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നിരവധി കുട്ടികളെ അധ്യാപകരും പിന്നീടെത്തിയ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3500 പൗണ്ടിൽ കൂടുതൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഏതൊരാളും ടാക്സ് ബിൽ നേരിടേണ്ടി വരുമെന്ന് HMRC മുന്നറിയിപ്പ് നൽകുന്നു. ബാങ്ക് അക്കൗണ്ടിലെ സമ്പാദ്യത്തിന്റെ പലിശ HMRC സ്വയമേവ കണക്കുകൂട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. പലിശയിൽ നിന്നുള്ള വരുമാനവും ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ വ്യക്തികൾക്ക് അധിക നികുതി ബില്ലിന്റെ അറിയിപ്പ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു അടിസ്ഥാന നികുതി മാത്രം നൽകുന്ന ഒരാൾക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലെ പലിശയ്ക്ക് നികുതി ചുമത്താതെ 1000 പൗണ്ട് സമ്പാദിക്കാൻ സാധിക്കും. ഇത് പേഴ്സണൽ അലവൻസ് എന്ന രീതിയിലാണ് വകയിരുത്തുക. എന്നാൽ ഈ ആനുകൂല്യം 50,270 പൗണ്ട് വരുമാനം നേടുന്നവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ 50,271 പൗണ്ടോ അതിൽ കൂടുതലോ വരുമാനമുള്ളവർക്ക് പേഴ്സണൽ സേവിംഗ്സ് അലവൻസ് വെറും £500 കുറയ്ക്കും. നിലവിൽ പല ഫിക്സഡ് സേവിംഗ്സ് അക്കൗണ്ടുകളും 5% അല്ലെങ്കിൽ അതിൽ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്നതിനാൽ 3500 പൗണ്ട് ഒരു ഫിക്സഡ് സേവിംഗ്സ് അക്കൗണ്ടിൽ 5% നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 500 പൗണ്ടിൽ കൂടുതൽ പലിശ ലഭിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനകീയമെന്ന നിലയിൽ ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെ വർധന വരുത്താൻ സജീവ നീക്കം. 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനമെങ്കിലും പണഞ്ഞെരുക്കം മൂലം മന്ത്രി KN ബാലഗോപാലിന്റെ 4 ബഡ്ജറ്റുകളിലും വർധനവ് വരുത്തിയിട്ടില്ല. 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്നതിനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമാകുന്ന സാഹചര്യത്തിലാണ് ജനപ്രിയ പ്രഖ്യാപനത്തിലുള്ള തിരക്കിട്ട ചർച്ചകൾ. ആദായ നികുതി പരിധി ഉയർത്തിയുള്ള കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം വലിയ സ്വീകാര്യതയാർജിച്ചിരുന്നു. സമാന നിലയിൽ സംസ്ഥാന ബഡ്ജറ്റും ജനപ്രിയമാക്കുന്നതിനുള്ള ആലോചനകളിലാണ് ക്ഷേമ പെൻഷൻ വർധന അവസാന നിമിഷം സജീവ പരിഗണനയായി അജണ്ടയിൽ ഉൾപ്പെട്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകണമെന്ന നിലപാടിലാണ് ഇക്കുറിയുള്ളത്. ഏറ്റവും ഒടുവിൽ 2021 1ാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിലാണ് 1500 രൂപയായിരുന്ന ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെ വർധന വരുത്തിയിരുന്നത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് 1-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല. പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള RC ആയിരിക്കും നൽകുകയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു.
ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം നിഷേധിച്ച് പ്രതി ഹരികുമാർ. കുഞ്ഞിനെ കൊന്നത് താനല്ല എന്നാണ് ഹരികുമാർ പറഞ്ഞത്. പ്രതിക്ക് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മാനസിക രോഗ വിദഗ്ധന്റെ സഹായം അന്വേഷണ സംഘം തേടും. പ്രതിയെ നയിച്ചത് സഹോദരിയോടുള്ള കടുത്ത വിരോധമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നി. കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറി. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും ഹരികുമാറിന് വിരോധത്തിന് കാരണമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നത്. പ്രതിയെ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലാണ് അടച്ചത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP K സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. അത്ലറ്റിക്കോ മാഡ്രിഡ് ഗെറ്റാഫയെ 5-0 പരാജയപ്പെടുത്തി കോപ്പ ഡെൽ റേ സെമിഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. ആദ്യ പകുതിയിൽ ഇരട്ട ഗോളുകൾ നേടി ഗ്യൂലിയാനോ സിമിയോണി ടീമിനെ മുന്നിൽ നയിച്ചു. മെട്രോപൊളിറ്റനോയിൽ നടന്ന ഏകപക്ഷീയമായ മത്സരത്തിൽ സാമുവൽ ലിനോ, ഏഞ്ചൽ കൊറിയ, അലക്സാണ്ടർ സോർലോത്ത് എന്നിവരും ഗോൾ നേടി. പ്രതിരോധത്തിലെ വീഴ്ച മുതലെടുത്ത് 8-ാം മിനിറ്റിലായിരുന്നു സിമിയോണിയുടെ ആദ്യ ഗോൾ. 17-ാം മിനിറ്റിൽ മികച്ചൊരു ഗോളിലൂടെ അദ്ദേഹം ലീഡ് ഇരട്ടിയാക്കി. പകുതി സമയത്തിന് മുമ്പ് ലിനോ ടീമിനെ 3-0 മുന്നിലെത്തിച്ചു. കൊറിയയും സോർലോത്തും 2-ാം പകുതിയിൽ ഗോളുകൾ നേടി ടീമിന്റെ വിജയമുറപ്പിച്ചു. ബുധനാഴ്ച കോപ്പ ഡെൽ റേയിൽ റയൽ മാഡ്രിഡ് ലഗാനസിനെയും, വ്യാഴാഴ്ച ബാഴ്സലോണ വലൻസിയയെയും, റയൽ സോസിഡാഡ് ഒസാസുനയെയും നേരിടും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.63 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.